ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വ്യത്യാസമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ഫർദറായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഗിംബൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്കിത് പുതിയതായിട്ടാണ് കാണുന്നെങ്കിൽ അല്ല വേറൊരാൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയുക, നിങ്ങളുടെ അറിയപ്പെട്ട കൂട്ടുകാരോടോ ആരോടെങ്കിലും പറയുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം അത് എൻ്റെ ചാനൽ കണ്ടുപിടിക്കാൻ ഇപ്പം ബ്രൗസറിൽ കൊടുക്കുകയാണെങ്കിൽ www.youtube.com/M4Mathew കാണാമല്ലോ അല്ലേ? ഈ ഒരു സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ മാക്സിമം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതൊന്ന് മുറിക്കാൻ എടുത്തേക്കുന്ന ബ്ലേഡാണ്. അപ്പോൾ അവർ ശരിക്കും ഇത് പ്രോഡക്റ്റിൻ്റെ ബോക്സിൽ നിന്ന് ആമസോൺകാർ തന്നെ ഇത് വാങ്ങിച്ചിട്ട് ആമസോൺ സെപ്പറേറ്റ് ഒരു ബോക്സ് ആക്കി നമുക്ക് തരും. ഇതെൻ്റെ ബില്ലാണ്. നമുക്കതിൻ്റെ ഇൻവോയ്സ് തന്നിരിക്കുകയാണ് എൻ്റെ കൂടെ. ഇതാണ് ശരിക്കുള്ള മോസ മിനി എസിൻ്റെ ബോക്സ്. കാണാമല്ലോ. ഇതാണ് എൻ്റെ പെട്ടി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ ഒരു കവറൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് വലിച്ചിളക്കാം. അതിനകത്ത് അവരുടെ ഏതാണ്ടൊക്കെ അതിൻ്റെ വിലയോ ആണ്ടൊക്കെ ഇട്ടേക്കുന്നു. ഇതാണ് എൻ്റെ പെട്ടി. കണ്ടല്ലോ, ഇവിടെ ചെറിയ ഒരു സീല് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിംബൽ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ്. യൂസർ മാനുവൽ അല്ല ഇത്. നമുക്ക് ആദ്യം കിട്ടുന്നത് അവരുടെ ഒരു ലോഗോയും പേരും ഒക്കെ ഉള്ള ഇത് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നത് സ്റ്റിക്കറാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. ഇത് അവരുടെ യൂസർ മാനുവലാണ്. അടുത്ത് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ പൗച്ചാണ് കണ്ടോ. നമുക്കിത് ശരിക്കും ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പൗച്ചാണ്. അത്യാവശ്യം നല്ലൊരു പൗച്ചാണ് അവർ തന്നേക്കുന്നത്. അതിലതവിടെ സൈഡിൽ വെച്ചേക്കാം. ഇത് ചാർജ് ചെയ്യാനുള്ള സി ടൈപ്പിൻ്റെ കേബിളാണ്. ഇപ്പോൾ സാംസങ് ഇപ്പം പുതിയ മൊബൈൽസിനെല്ലാം, അല്ല സാംസങ് മാത്രമല്ല മറ്റ് ബ്രാൻഡഡ് മൊബൈൽസിനെല്ലാം പുതിയതായിട്ട് വരുന്നതിനെല്ലാം ഇപ്പോൾ സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. പഴയത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനും അതാ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണിത്. കാരണം മാക്സിമം എല്ലാവരുടെ വീട്ടിൽ ഇരിക്കുന്നതും ഈ സി ടൈപ്പ് കേബിളായിരിക്കും. അടുത്ത് അവർക്ക് മൈക്ക് പോർട്ടിനകത്ത് കൊടുക്കാനുള്ള ഒരു കേബിളൂടെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡ് നമുക്ക് സ്റ്റീരിയോ പിൻ പോലെയാണ് വരുന്നത്. ഒരു സൈഡ് നമുക്ക് സി ടൈപ്പ് അല്ല, വേറെ ആദ്യത്തെ ഒരു രീതിയിലുള്ള ഒരു പിന്നാണ് ഇത് കൊടുത്തേക്കുന്നവർ. ഇത് പിന്നെ സിലിക്കോണാണ്. കാരണം എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ കൂടെയും വെച്ചേക്കുന്നതാണ്. ഈർപ്പം വല്ലതും ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇതിൻ്റെ ട്രൈപ്പോഡാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്രൈപ്പോഡാണ്. ചെറിയൊരു ട്രൈപ്പോഡ്. നമുക്ക് സ്റ്റാൻഡിൽ വെച്ചൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രൈപ്പോഡാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മുടെ മെയിൻ സാധനം കിട്ടി. ഗിംബൽ കാണാമോ? ഇതിനൊരു ലോക്കൊക്കെ ഉണ്ട്. ഇനിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്.
ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഗിംബൽ. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാമേ. നമ്മളിത് ഈ മൊബൈൽ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ മൊബൈൽ ഹോൾഡർ ഉണ്ടല്ലോ, ഇവിടെ ഹോൾഡർ ചെയ്യുന്നു. എന്നാൽ ക്ലോസ് കാണിക്കാം. ഈ ഹോൾഡർ ചെയ്യുന്നതിന് താഴെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്, ഒരു കൊടുത്തിട്ടുണ്ട്. ഈ പെന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഈ ഗിംബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പ് വെച്ചിട്ടാണ്. ഇപ്പം ഇതിനകത്തൊരു ആപ്പ് മൊബൈലിനകത്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഇതിൻ്റെ ഈ ആപ്പും കൂടെ കണക്റ്റ് ആകും. കണക്റ്റിംഗ് ത്രൂ ബ്ലൂടൂത്താണ്. അപ്പോൾ ആപ്പിൻ്റെ പേരാണ് മോസ ജീനി. അത് ആക്ച്വലി ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ ജീനി എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ എടുത്തിട്ട് മോസ ജീനി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നുണ്ടത്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ കൊടുത്തു. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇതിനകത്താണ് നമ്മൾ ഗിംബൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ക്യാമറ വർക്കാവണമെന്നുണ്ടെങ്കിൽ ആപ്പ് വഴി മാത്രമേ ഇത് ശരിക്കും വർക്കാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ആപ്പ് വേണ്ട, നമ്മുടെ ഈ ഡീഫോൾട്ട് ക്യാമറ വെച്ച്, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഡീഫോൾട്ട് ക്യാമറ വെച്ച് നമുക്കിത് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു തേർഡ് പാർട്ടി യൂസബിൾ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത്. അപ്പം അതിന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിന്നിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് കണക്ട് ചെയ്യാനുള്ളതാണ്. ഒരു സൈഡ് കണക്ട് ചെയ്തിട്ട് ഈ സൈഡ് മൊബൈൽ നമ്മൾ കണക്ട് ചെയ്ത് ഇതുപോലെ മൊബൈലിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയർ വഴി അല്ലാതെ നമുക്ക് ഇതിൻ്റെ ക്യാമറ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കേബിൾ കൊടുത്തേക്കുന്നത്. ചില മൊബൈലുകളിൽ സി ടൈപ്പ് ഡാറ്റ കേബിൾ യൂസ് ചെയ്യുന്ന മൊബൈലുകൾ ചിലപ്പോൾ സപ്പോർട്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഒരു കണക്റ്റിംഗ് പിൻ യൂസ് ചെയ്ത് വേണം ഇത് കണക്ട് ചെയ്യാൻ, എന്നാലേ അത് വർക്കാകത്തുള്ളൂ. ഇത് ലോക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. തിരിച്ചതുപോലെ നമുക്കെടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നേരെ വെച്ച് ഇതങ്ങ് വിട്ടാൽ മതി. അപ്പം അത് ലോക്കായി നിൽക്കും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ട്രിഗറാണത്. പിന്നെ ഈ റെഡ് കളർ ഇത് പവർ സ്വിച്ചാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള മാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ ലോങ് പ്രസ് ആണെങ്കിൽ ജസ്റ്റ് അത് പവർ ഓൺ ആവും. അടുത്തത് അതിൻ്റെ ആ പവർ സ്വിച്ചിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ചാർജിങ് പോർട്ടാണ്. ഇപ്പം ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടാണ്. പിന്നെ ഇത് ജോയ്സ്റ്റിക്കാണ്. അത് മൂവബിളാണ്. 4 വശത്തോട്ടും മൂവ് ആവും. പിന്നെ ഇത് 4 സ്വിച്ചുകളാണ്. ഇതിന് നടുക്കുള്ളത് ക്യാമറ റെക്കോർഡിങ്ങിനുള്ള സ്വിച്ചുകളാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടൺ ഇത് ഫോക്കസ് ബട്ടനാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. പിന്നെ ഇത് ട്രൈപോഡാണ്. നമുക്കിത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ താഴെ അതിന് ഒരു പോർട്ടുണ്ട്. അത് അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ മേളിൽ വെക്കണമെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റേബിളായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുവാണ്. കണ്ടോ, ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പം അത് ഓണാവും. ഓണാകുമ്പം ഡീഫോൾട്ടായിട്ട് അതവിടെ വന്ന് നിൽക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് സ്ലീപ്പിലുണ്ടെങ്കിൽ നമ്മൾ ആ പവർ ബട്ടൺ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യും. അതേ സെയിം മെത്തേഡ് തന്നെ ഇതിനകത്തും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേളത്തെ ഈ ജോയ്സ്റ്റിക്ക്, നമ്മളിപ്പോൾ ഗിംബിൾ ഇപ്പം ഓണാണ്. ഇപ്പോൾ ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ, ഡൗണ്, ഇത് അപ്പ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റിയർ ക്യാമറയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അപ്പ് കൊടുക്കുമ്പം കണ്ടോ, ആ മൊബൈൽ താഴോട്ട് കമർന്നാലും ക്യാമറ മേളത്തെ ഫോക്കസാണ്. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി മോഡിൽ വന്ന് നിൽക്കും. ആ മോഡിൻ്റെ പേരാണ് യാഫ്ലോ മോഡ് എന്ന് പറയും. ആ യാഫ്ലോ മോഡിൽ തന്നെ അത് ഡീഫോൾട്ട് മോഡാണ്. ഈ ഗിംബിളിൻ്റെ ഒരു ഡീഫോൾട്ട് മോഡിൻ്റെ പേരാണ് യാഫ്ലോ മോഡ്. നമ്മൾ അടുത്ത മോഡ് നോക്കാൻ പോകുന്നതാണ് പിച്ച് ഫ്ലോ മോഡ്. ആ മോഡിന് യൂസ് ചെയ്യുന്നത് ഈ ട്രിഗറാണ്.
ഈ ട്രിഗർ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് ശരിക്കും അതിനകത്ത് ആ ഒരു മോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ഈ ഗിംബലിനകത്ത്. എന്നിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്യുകയാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആകുന്നുള്ളൂ. അതിന് നമ്മൾ ആ പിച്ച് ഫ്ലോ മോഡ് എന്ന് പറയുന്നത്. ഇത് അടുത്ത മോഡ് നമ്മൾ നോക്കാൻ പോകുന്ന റോൾ ഫോളോ മോഡ് എന്ന് പറയുന്നൊരു മോഡാണ്. അപ്പം ഇപ്പം നമ്മൾ ഡീഫോൾട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ശരിക്കും നല്ല ഫ്ലെക്സിബിൾ ആകുന്നുണ്ട് ഈ സൈഡ്. പക്ഷേ നമ്മൾ ഈ സ്വിച്ച് കണ്ടോ, ഈ എം നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യണം. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു മോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ഇതിനകത്ത്. എന്നിട്ട് നമുക്കിനി ഇത് പതുക്കെ മാറുന്നുള്ളൂ. ആ ഡീഫോൾട്ട് സെറ്റിങ്സിൽ വന്നതുപോലെ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചാലും പതുക്കെ പോകത്തുള്ളൂ. ഇതാണ് റോൾ ഫോളോ മോഡ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസെപ്ഷൻ മോഡാണ്. ആ മോഡിൻ്റെ പേരാണ് ഇൻസെപ്ഷൻ മോഡ്. ആ മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ താഴെ ഒരു ഡൗൺ ബട്ടൺ കണ്ടോ, ഈ താഴെ കാണാമല്ലോ. ഈ ഡൗൺ ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണം. അപ്പം ശരിക്കും ഫോക്കസ് മേളിലോട്ടാവും. അപ്പം നമ്മൾ ശരിക്കും ഇത് ഇങ്ങനെ പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കറക്റ്റ് സ്റ്റേബിളാവും. നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ജോയ്സ്റ്റിക്കാണ്. ഈ ജോയ്സ്റ്റിക്ക് റൈറ്റ് ലെഫ്റ്റ് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് റൊട്ടേഷൻ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത മോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സ് മോഡാണ്. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് വ്യൂ എങ്ങനെ ഇത് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ താഴത്തെ ഈ സ്വിച്ച്, ഈ താഴത്തെ ഡൗൺ ഈ സ്വിച്ച് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ ഇൻസെപ്ഷൻ മോഡിന് ട്രിപ്പിൾ ടാപ്പാണ് ചെയ്തത്. ഈ സ്പോർട്സ് മോഡിന് ഇത് ഡബിൾ ടാപ്പ് ചെയ്താൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ആ ഒരു മോഡ് ആക്ടിവേറ്റ് ആയി ഇതിനകത്ത്. ഞാൻ ചെയ്തപ്പം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഫോക്കസ് ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി ഒരു ഡിഗ്രിയിലോട്ട്, ഇപ്പോൾ 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രിയിലോട്ട് നമ്മൾ മാറ്റി, അവിടുന്ന് 90 ഡിഗ്രിയിലോട്ട് മാറ്റി, വീണ്ടും ഇവിടുന്ന് ഒരു 90 ഡിഗ്രിയിലോട്ട് പെട്ടെന്ന് മാറ്റുവാണെങ്കിൽ ആ ഒരു ഫ്രെയിം പെട്ടെന്ന് മാറി വരും. കാരണം അതിനകത്ത് പിന്നെ ഫ്ലെക്സിബിൾ പെട്ടെന്നായിട്ട് വരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു വ്യൂ ഒരു സൈഡിൽ നിന്ന് ഒരു ഡിഗ്രിയിൽ നിന്ന് മറ്റേ ഡിഗ്രിയിലോട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റുന്നതനുസരിച്ച് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് മോഡ് വെച്ചേക്കുന്നത്. അതാണ് എൻ്റെ യൂസ്. നമ്മൾ അടുത്ത മോഡ് നോക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് ഓഡ് ലോക്ക് മോഡ് എന്ന് പറയും. ഓഡ് ലോക്ക് മോഡ്. അത് നമ്മൾ എങ്ങനെ ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ട്രിഗർ കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഈ ട്രിഗർ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തേക്കണം. ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ഈ ഓഡ് ലോക്ക് മോഡ് ഇതിനകത്ത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് എങ്ങനെ ഷൂട്ട് ചെയ്താലും ഇതിനകത്ത് വേറെ ഷെയ്ക്കി ഒന്നും വരുന്നില്ല. നമ്മൾ കാരണം ടാപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്, ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിനകത്ത് വേറെ ഷെയ്ക്കായിട്ടൊന്നും വരുന്നില്ല. അത് കറക്റ്റ് ഫ്രെയിം അത് ക്യാപ്ചർ ചെയ്യും. അത് അഡ്ജസ്റ്റ് ആയി വരുന്നതാണ് ഓൺ ലോക്ക് മോഡ്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ട്രാക്കിംഗ് മോഡാണ്. ഈ ട്രാക്കിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ഈ ബ്ലൂടൂത്ത് കണ്ടോ, ഈ ബ്ലൂടൂത്ത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ച് വേണം ചെയ്യാൻ. ഇപ്പം നമ്മുടെ ബ്ലൂടൂത്തും നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്തും ഈ ഗിംബലിൻ്റെ ബ്ലൂടൂത്തും തമ്മിൽ കണക്റ്റഡായി. എന്നിട്ട് നമ്മൾ ഈ ട്രാക്കിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കാണാമല്ലോ, ഇതിനകത്ത് ഈ ഓപ്ഷനാണ്, ഈ മൂന്നാമത്തെ ഓപ്ഷൻ. ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്നു. അപ്പം ആ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, നമ്മൾ ആ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേഴ്സണെ ട്രാക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഗിംബൽ അനക്കാതെ, അല്ലെങ്കിൽ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാതെ അങ്ങനെ അത് വെച്ചിട്ട് ആ പേഴ്സൺ അനങ്ങുന്നതനുസരിച്ച് നമുക്കിത് ട്രാക്ക് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ അതിനെന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു സെലക്ട് ചെയ്ത് ആ പേഴ്സണെ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ പേഴ്സൺ അവിടെ സെലക്റ്റായി. ഇനി പേഴ്സൺ അനങ്ങുന്നതനുസരിച്ച് കാണാമല്ലോ അല്ലേ. ഇങ്ങനെ ഇതുപോലെ ഓട്ടോമാറ്റിക് പേഴ്സൺ അനങ്ങുന്നതനുസരിച്ച് ഇതുപോലെ ഓട്ടോമാറ്റിക് മാറും.
ഇതാണ് ട്രാക്കിംഗ് മോഡ്. ഇതിൻ്റെ ശരിക്കും വില വരുന്നത് 5835 ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആണ് ഇട്ടത്. ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾ ആ അൺബോക്സ് ചെയ്തതും പിന്നെ അതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ മെയിനായിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ട്രാവലിനൊക്കെ പോകുമ്പം ഇപ്പം ഒരു ഫ്രെയിം ഷേക്ക് ആകാതൊക്കെ എടുക്കണമെങ്കിലോ അങ്ങനെ പലപ്പോഴും നമുക്ക് യൂസ് ആവുന്നുണ്ട്. നമ്മൾ മാക്സിമം മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മൊബൈൽ ഗിംബിളാണ്. മറ്റേ DSLR ക്യാമറയ്ക്ക് ഇത് പറ്റത്തില്ല. കാരണം അതിന് വേറെ ഒരു ഗിംബിളാണ് വരുന്നത്. അത് ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്യാനൊക്കത്തില്ല. കാരണം ഇത് ഓൺലി ദ പർപ്പസ് ഓഫ് മൊബൈലിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമല്ല തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.